ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്ക് ഡെയിലി യൂസ്ഫുള്ളായ നല്ല കിടിലൻ ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ചവറുവാരിയിൽ ഇതേപോലെ സെല്ലോ ടേപ്പ് കുറച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാ ചവറും അതിനകത്ത് കോരി കിട്ടും കേട്ടോ. അല്ലാതെ നമ്മൾ ചവറുവാരിയിൽ കോരുമ്പോഴത്തേന് അതിനകത്ത് ചവറ് വരാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്ര തൂത്ത് വൃത്തിയാക്കിയ തറയിൽ നമ്മൾ വീണ്ടും തൂക്കുമ്പോഴത്തേന് എത്ര പൊടിയും മുടിയും ഒക്കെ ഉണ്ടെങ്കിലും അതിനകത്ത് കയറി പറ്റിക്കോളും. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക, വളരെ ഈസിയാണ് കേട്ടോ. അപ്പം തറ തുടയ്ക്കാതെ തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം. ഇതേപോലെ എന്നിട്ട് ആ ടേപ്പ് ചുറ്റി വെക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് വീണ്ടും അത് വലിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഉണ്ടോ ചവറുവാരിയുടെ ആ തുമ്പ് ഭാഗത്തായിട്ട് ഇതേപോലെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാ അഴുക്കും പൊടിയും എല്ലാം അതിനകത്തോട്ട് കയറി കിട്ടും. വളരെ ഈസിയാണ്. അതുകൊണ്ട് ഇതേപോലെ തൂക്കുമ്പോൾ നമ്മൾ എത്ര വൃത്തിയാക്കിയ തറയാണേലും നമ്മൾ തൂക്കുമ്പോഴത്തേന് തുടച്ച പോലെ തന്നെ നമുക്ക് അതിനകത്തോട്ട് എല്ലാ പൊടിയും മണ്ണും എല്ലാം കയറി പറ്റും കേട്ടോ. ഇതുപോലെ ഡബിൾ ടേപ്പ് വേണേലും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ തൂത്ത് കഴിഞ്ഞ പൊടിയാണ്ട് കണ്ടോ, എന്നിട്ട് തന്നെ ഇത്രയും പൊടി നമുക്ക് കയറിയിട്ടുണ്ട്. തൂത്ത സ്ഥലമായാൽ പോലും നമ്മൾ എത്ര ഇതായാലും നല്ല വൃത്തിയായിട്ട് കിടക്കും കേട്ടോ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മളെത്ര തൂത്താലും തൂക്കുന്ന സ്ഥലത്ത് നിന്നൊക്കെ പൊടി കണ്ടോ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് ഒലിച്ച് കളഞ്ഞിട്ട് നമുക്ക് വേറെ അടുത്ത ടേപ്പ് ഒട്ടിച്ചിട്ട് വേണമെങ്കിൽ തോനെ ചവറൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും ഇതേപോലെ വൃത്തിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വളരെ ഈസിയാണ്. ഇപ്പോൾ ചവറുവാരിയിൽ പെട്ടെന്ന് ചവറ് നമുക്ക് അതിനകത്തോട്ട് തൂത്ത് വാരിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ചൂല് ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇതേപോലെ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് ചിലന്തി വല അടിക്കുകയോ തറ തുടയ്ക്കുകയോ തൂക്കുകയോ എന്ത് വേണേലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ അതുകൊണ്ട് ആ തുമ്പ് ഭാഗത്തായിട്ട് ഇപ്പോൾ ഏത് ബ്രഷാണേലും ചൂലാണേലും ഒന്നും കുഴപ്പമില്ല, ഏത് ചൂലിലും നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ ബ്രഷ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഈസി ആയിരിക്കും. നമുക്ക് ചിലന്തി വലയും അതേപോലെ തറയും എല്ലാം തൂത്ത് തുടയ്ക്കാനും ചിലന്തി വല അടിക്കാനും എല്ലാം ഈ ഒരൊറ്റ സൂത്രം മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മുടെ ചൂലിൻ്റെ അറ്റത്ത് ഇതേപോലെ ഒന്ന് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് സോഫ സെറ്റിയുടെ അടിയിലോ ഫ്രിഡ്ജിൻ്റെ അടിയിലോ കട്ടിൻ്റെ അടിയിലൊക്കെ നമുക്ക് ചവറ് നീക്കിയെടുക്കാനായിട്ട് പറ്റും. നമ്മൾ ചൂല് വെച്ച് കുനിഞ്ഞ് നമുക്ക് തൂക്കേണ്ട കാര്യമില്ല. ഇത് വെച്ച് നമുക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കുമ്പം തന്നെ അതിനകത്തുള്ള ആ പൊടിയും മണ്ണും മുടിയൊക്കെ ഉണ്ടെങ്കിൽ നാര് എല്ലാം അതിനകത്തോട്ട് വലിഞ്ഞ് കയറിക്കൊള്ളും കേട്ടോ. അപ്പോൾ ഇതേപോലെ അതാണ്ട് ചെയ്ത് നോക്കുക. ഇതിപ്പോൾ നമുക്ക് ദാണ്ട തൂത്തും തുടച്ച് ഒരേപോലെ തന്നെ നമുക്ക് എടുക്കാം. തുടച്ച പോലെ തന്നെ വൃത്തി അതിനകത്ത് കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും എളുപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലന്തി വല അടിക്കാൻ ഇതേപോലെ സോഫയുടെ അടിയിൽ കട്ടിൻ്റെ അടിയിലൊക്കെ നമുക്ക് തൂത്തെടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എത്ര ചവറും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് അതിനകത്തോട്ട് കിട്ടിക്കോളും കണ്ടോ. അപ്പോൾ ഇതേപോലെ ലെയറായിട്ട് 2 ഡബിൾ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. 2 ലെയറായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഈസി ആയിട്ട് പൊടികളെല്ലാം കയറിക്കോളും. എന്നിട്ട് ഇത് നമുക്ക് ഒലിച്ച് കളഞ്ഞതിന് ശേഷം കണ്ടാൽ നല്ല രീതിയിൽ പൊടിയും മുടിയെല്ലാം ഉണ്ട്. കളഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് ഇതേപോലെ ചെയ്യാം. എന്നിട്ട് നമുക്ക് കണ്ട് ഇതേപോലെ ചിലന്തി വലയൊക്കെ അടിക്കാനൊക്കെ വളരെ ഈസി ആയിരിക്കും കേട്ടോ. അതിനകത്തെല്ലാം കയറി കിട്ടിക്കോളും കണ്ടോ. അതേപോലെ നമ്മളെ ഷോക്കേഴ്സിൻ്റെ മേളിലൊക്കെ അടിക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കയറി തുടയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതേപോലെ തന്നെ ദാണ്ട് തൂത്ത് തുടച്ചണക്കെ നമുക്ക് കിട്ടും. അതേപോലെ എ സിയുടെ പുറത്തെല്ലാം മേളിലുള്ള സ്ഥലത്തെല്ലാം നമുക്ക് ഇതേപോലെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ ഇതേപോലെ വൈപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് 2 സോക്സ് എടുക്കുക. പഴയ സോക്സ് വീട്ടിലൊക്കെ കിടക്കുമല്ലോ. അപ്പോൾ ഇതേപോലെ 2 സോക്സ് 2 അപ്പുറവും ഇപ്പുറമായിട്ട് നമുക്കൊന്ന് കയറ്റി കൊടുക്കാം. അതിനുശേഷം ഊരിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയോ അതല്ലെങ്കിൽ നല്ല ടൈറ്റായിട്ടിരിക്കുന്ന സോക്സ് ആണെങ്കിൽ നമുക്ക് ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ നമ്മൾ തുടയ്ക്കുമ്പോൾ നമുക്ക് അത് ഒട്ടും ഊരിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് തന്നെ നല്ലൊരു സൊല്യൂഷൻ റെഡിയാക്കി സ്പ്രേ ചെയ്തിട്ട് നമുക്ക് തുടയ്ക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് എപ്പോഴും വൃത്തിയാക്കുമ്പം ഒരേപോലെ ഇരിക്കണമെന്നില്ലല്ലോ. ചില സമയത്തൊക്കെ നമുക്ക് വയ്യായ്മയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ചെയ്തിട്ട് നമുക്ക് തൂത്ത് കളഞ്ഞാൽ മതി. പക്ഷെ തുടച്ചണക്കിരിക്കും കേട്ടോ. അത്ര നല്ല ക്ലീനായിട്ടിരിക്കും ഈ സോക്സ് വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, വളരെ ഈസിയാണ്. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് മുകൾ ഭാഗത്തെല്ലാം തൂക്കാം കേട്ടോ. അലമാരയുടെ പുറത്തോ സ്ലാബിൻ്റെ പുറത്തോ അതല്ലെങ്കിൽ കബോർഡിനകത്തോ നമ്മുടെ എ സിയുടെ പുറത്ത് ഇതെല്ലാം പൊടിയെല്ലാം പോയി കിട്ടും കണ്ടോ.
അപ്പോൾ ഈ രീതിയിലും ചെയ്ത് നോക്കുക. വളരെ ഈസിയായ ടിപ്പാണ്. എന്നും ചൂല് വെച്ച് തൂക്കുന്നതിന് പകരം നമുക്ക് അയ്യാത്ത സമയത്തൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ വീട് ഫുള്ളായിട്ട് നമുക്ക് ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും, തുടച്ചതുപോലെ കിടക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഏതെങ്കിലും ഒരു സൊല്യൂഷൻ നമുക്ക് റെഡിയാക്കി ഇതിനകത്ത് സ്പ്രേ ചെയ്തിട്ട് നമുക്ക് തുടച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ പോച്ചൊക്കെ തുടക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായിട്ട് കിട്ടും. അതല്ലെങ്കിൽ സാധാ നമ്മൾ തൂക്കുന്ന കണക്ക് തന്നെ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് തറയൊക്കെ തൂത്ത് തുടച്ചെടുക്കാം കേട്ടോ. തുടച്ച കണക്ക് തന്നെ വരും, നമ്മൾ തൂക്കുമ്പോഴത്തേന് തുടച്ച കണക്ക് തന്നെ വരും. അതേപോലെ അലമാരയുടെ പുറത്ത്, സ്ലാബിൻ്റെ പുറത്ത്, AC മുകൾ ഭാഗം കണ്ടോ, അതുപോലെ ഫാന് ഇത് വെച്ചിട്ട് തന്നെ ഫാൻ തുടയ്ക്കാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്, ജോലി എളുപ്പമാണ്. നമുക്ക് വീട് മുഴുവനായിട്ട് നമുക്ക് പെട്ടെന്ന് ക്ലീനാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ അതാ ഇതേപോലെ കണ്ടോ തൂത്തെടുക്കുക. അതല്ല തുടയ്ക്കുന്നതാണെങ്കിൽ ഇതേപോലെ നമുക്ക് തുടച്ചെടുക്കുകയും ചെയ്യാം ഇത് വെച്ചിട്ട് തന്നെ കണ്ടോ. വളരെ ഈസിയാണ്, കട്ടിൻ്റെ അടിയിലൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കണ്ടോ തൂത്തും തുടച്ചെടുക്കുന്ന കണക്ക് തന്നെ ഒരു മുടി പോലും ഇല്ലാതെ എല്ലാം ക്ലീനായിട്ട് കിട്ടും കണ്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ച ഈ 3 ടിപ്സ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ജോലി എളുപ്പമാകും കണ്ടോ. നമുക്ക് തുടച്ച കണക്ക് തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കട്ടിൻ്റെ അടിയിലൊക്കെ നമുക്ക് ഇതേപോലെ തുടച്ചെടുക്കാം. അതേപോലെ ഫ്രിഡ്ജിൻ്റെ അടിയിൽ നമുക്ക് വളരെ പാടാണല്ലേ തുടയ്ക്കാനൊക്കെ. അപ്പോൾ ഇതേപോലെ ഈ ഒരു വൈപ്പറിനകത്ത് സോക്സ് ചുറ്റിയിട്ട് ഇതേപോലെ ഒന്ന് അടിഭാഗത്തൊക്കെ തുടച്ചെടുക്കുക, ക്ലീനായിട്ട് കിട്ടും. അതേപോലെ തന്നെ ഷോക്കേഴ്സിൻ്റെ മേൽഭാഗത്തൊക്കെ തുടച്ചെടുക്കുക കേട്ടോ. അതുപോലെ ഗ്ലാസ് തുടച്ചെടുക്കാം, ഷോക്കേഴ്സിൻ്റെ ഗ്ലാസ്, അതേപോലെ കബോർഡിൻ്റെ ഗ്ലാസ്സൊക്കെ തുടച്ചെടുക്കാം. വളരെ ഈസിയാണ്. അപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇന്നത്തെ എൻ്റെ ഈ 3 ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.